പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മരത്തിൽ കുറേ പക്ഷികൾ ജീവിച്ചിരുന്നു. ഇവർ വളരെ ഒത്തൊരുമയോടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഇവരുടെ നേതാവ് ഒരു പ്രായം ചെന്ന കിളിയായിരുന്നു. ആ കിളിയാണ് ഇവരെ എല്ലാവരും നിയന്ത്രിച്ചിരുന്നത്. ആ കിളിയുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ബാക്കിയുള്ള കിളികളൊക്കെ ജീവിച്ചിരുന്നത്. ഈ കിളികളെല്ലാവരും രാവിലെ തീറ്റ തേടി പറന്നു പോകും. കൂടുതൽ തീറ്റ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ കിളികളെ ശബ്ദമുണ്ടാക്കി മറ്റുള്ള കിളികളെ അറിയിക്കും, അല്ലെങ്കിൽ മരത്തിലേക്ക് വന്നിട്ട് മറ്റുള്ള കിളികളോട് പറയും. അങ്ങനെ എല്ലാ കിളികളും കൂടെ അങ്ങോട്ട് പോവുകയും ഈ കൂടുതൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ അവിടുന്ന് ശേഖരിച്ച് മരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നേതാവായ കിളി ഈ ഭക്ഷണം തുല്യമായിട്ട് എല്ലാ കിളികൾക്കും വീതിച്ചു കൊടുക്കും. അങ്ങനെ വളരെ ഒത്തൊരുമയോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ആർക്കും ഒരിക്കലും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടേണ്ടി വന്നിരുന്നില്ല. ചിലപ്പോൾ ചില കിളികൾ തീറ്റ തേടി പോകുന്ന വഴിയിൽ ഒന്നും കിട്ടാറില്ല. പക്ഷേ അവർ തിരിച്ചു വരുമ്പോൾ മറ്റുള്ള കിളികൾ സമ്പാദിച്ച ഭക്ഷണം കാണും. ഈ കൂട്ടത്തിലൊരു ചെറിയ കിളി ഉണ്ടായിരുന്നു. അവന് ഇത്തിരി തലക്കനം കൂടുതലായിരുന്നു. അവനൊരിക്കൽ തീറ്റ തേടി പോകുമ്പോൾ കുറേ ദൂരെയായിട്ട് ഒരു പാതയിലൂടെ കുറേ കാളവണ്ടികൾ നീളെ പോകുന്നത് കണ്ടു. ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് കുറേ കാളവണ്ടികൾ. ഈ കാളവണ്ടികളിലെല്ലാം ചാക്കിൽ ധാന്യമുണ്ടായിരുന്നു. ഇത് ധാന്യമാണെന്ന് ഇവന് മനസ്സിലായത്. ഈ ചാക്കുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ വിടവുകൾ ഉണ്ടാവും. അതുവഴി ഈ വഴിയിലേക്ക് ധാന്യം ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. കാളവണ്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇവൻ നോക്കി, വഴിയിൽ ഒരുപാട് ധാന്യമുണ്ട്. അവനെ വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ അവൻ വിചാരിച്ചു, തൻ്റെ കൂട്ടുകാരുടെ നിയമം അനുസരിച്ച് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഇപ്പോൾ മരത്തിൽ ചെന്ന് പറയണം. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഇത് കൂട്ടിലേക്ക് കൊണ്ടുപോകും. എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കും. ഇക്കാര്യം ഈ കുഞ്ഞിക്കിളിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. താൻ കണ്ടുപിടിച്ച ഭക്ഷണം എന്തിന് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം? ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ നാളെ മുതൽ തനിച്ചിവിടെ വന്ന് മുഴുവൻ കഴിക്കാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇത് വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോകും. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ തീരും. പിന്നീട് അടുത്ത ദിവസം മുതൽ വീണ്ടും ഭക്ഷണം തേടി നടക്കണം. അങ്ങനെ ഈ കുഞ്ഞിക്കിളി മരത്തിലേക്ക് ചെന്നിട്ട് തൻ്റെ കൂട്ടരോട് പറഞ്ഞു, ഞാൻ ഇന്നൊരു വഴി പോയി ഒരുപാട് ധാന്യം കണ്ടുപിടിച്ചു. പക്ഷേ അതൊരു കെണിയാണ്. അവിടെ വലിയൊരു വലയും വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ആ വഴി പോകരുത് കേട്ടോ. അപ്പോൾ നേതാവായ കിളി മറ്റു കിളികളോട് പറഞ്ഞു, അവൻ പറഞ്ഞത് കേട്ടല്ലോ, അതുകൊണ്ട് ഇവൻ പറഞ്ഞ വഴിയെ നിങ്ങൾ ആരും ഇനി പോകരുത്. അങ്ങനെ ആ വഴിയെ മറ്റു കിളികൾ ആരും പോകാതായി. ഈ കുഞ്ഞിക്കിളി മാത്രം എല്ലാ ദിവസവും പറന്ന് ആ വഴിയിൽ പോയിരിക്കുകയും അതുവഴി പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഉതിർന്ന് താഴേക്ക് വീഴുന്ന ധാന്യം തിന്ന് വയറ് നിറച്ചിട്ട് തിരിച്ച് കൂട്ടിലേക്ക് വരികയും ചെയ്യും. അവന് വലിയ ജോലിയൊന്നുമില്ല. ഇപ്പം വേറെ ദൂരെ എങ്ങും പോയി തീറ്റ തേടണ്ട. കൃത്യമായിട്ട് പറന്ന് അവിടെ ചെല്ലുക, തിന്നുക, തിരിച്ചു വരിക. അങ്ങനെ അധികം അധ്വാനിക്കാതെ ഭക്ഷണം കഴിച്ചവൻ നല്ലവണ്ണം തടിച്ചു കൊഴുത്തു. നന്നായിട്ട് വണ്ണം വെച്ചത് കാരണം ഇപ്പോൾ അവന് വലിയ ക്ഷീണമാണ്. അവന് അധികം ദൂരം പറക്കാൻ വയ്യ, മരച്ചില്ലകളിൽ ചാടി നടക്കാൻ വയ്യ. പക്ഷേ ഇതൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ല. കുശാലായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെന്ത് വേണം? അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അവന് വഴിയിലിരുന്ന് ധാന്യം തിന്നെയായിരുന്നു. അവൻ വിചാരിച്ചത് കാളവണ്ടികളെല്ലാം പോയി കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഒരു കാളവണ്ടി അന്ന് താമസിച്ചാണ് വന്നത്. ആ കാളവണ്ടി വളരെ വേഗത്തിൽ മറ്റുള്ള കാളവണ്ടികൾക്കൊപ്പം പിടിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഈ കിളി ഈ കാളവണ്ടി വരുന്ന ശബ്ദം കേട്ട് പറന്ന് മാറാൻ നോക്കിയപ്പോൾ അവന് പറ്റിയില്ല. നന്നായിട്ട് വണ്ണം വെച്ചത് കാരണം അവന് വേഗത്തിൽ പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കാളവണ്ടിയുടെ ചക്രങ്ങൾക്കടിയിൽപ്പെട്ട് അവൻ ചത്തുപോയി.